നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ട്രാക്കിലും ഫീൽഡിലും വേറിട്ട പ്രകടനങ്ങളോടെ റവന്യൂ ജില്ലാ കായികോത്സവം സമാപനത്തിലേക്ക്. മേള കൊടിയിറങ്ങാൻ കേവലം ഒരു ദിവസം മാത്രം അവശേഷിക്കെ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോര്. പോയിന്റ് നിലയിൽ തുടക്കം മുതൽ മുന്നിലുണ്ടായിരുന്ന തൃശൂർ ഈസ്റ്റിനെ പിന്നിലാക്കി ചാലക്കുടി മുന്നിലെത്തി. ആതിഥേയരായ കുന്നംകുളം 5ാം സ്ഥാനത്ത്, ഗുരുവായൂർ ശ്രീകൃഷ്ണ ചാമ്പ്യൻസ് സ്കൂൾ പോരിൽ മുന്നിൽ. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ചു. വെള്ളറക്കാട് ചിറമനേങ്ങാട് പൂളംതറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസ് മുഹമ്മദാണ് മരിച്ചത്. ആശുപത്രിയിൽ സംഘർഷാവസ്ഥ. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയവർക്ക് സമാദരം. സിസിടിവി സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, ടി.ജി. സുന്ദർലാൽ എന്നിവരെ എ.സി. മൊയ്തീൻ എം.എൽ.എ ഉപഹാരം നൽകി ആദരിച്ചു. കേച്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത നടപടിക്കുമെതിരെ താക്കീതുമായി യൂത്ത് കോൺഗ്രസ്. രാഷ്ട്രീയം നോക്കാതെ പിന്തുണയുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. ആവേശാരവത്തിൽ കായിക മാമാങ്കം. ട്രാക്കിലും ഫീൽഡിലും വേറിട്ട പ്രകടനങ്ങളോടെ റവന്യൂ ജില്ലാ കായികോത്സവം തുടരുന്നു. കഴിഞ്ഞ ദിവസം പ്രതികൂലമായ കാലാവസ്ഥയെയും കായികാധ്യാപകരുടെ മെല്ലെപ്പോക്കിനെയും തുടർന്ന് മാറ്റിവെച്ചിരുന്ന 7 ഇനങ്ങളാണ് ആദ്യം നടന്നത്. ഹർഡിൽസ്, ജാവലിൻ ത്രോ, നടത്തം തുടങ്ങിയ ഇനങ്ങളാണ് ഇന്നലെ മാറ്റിവെച്ചിരുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ ട്രാക്ക് ഉണർന്നു. മത്സരാർത്ഥികളും ഒഫീഷ്യൽസും എത്തിയതോടെ ആദ്യ ദിവസത്തെ അധ്യാപകരുടെ നിസ്സഹകരണത്തെ തുടർന്നുള്ള മെല്ലെപ്പോക്കുണ്ടായില്ല. ക്രോസ് കൺട്രി മത്സരം വെള്ളർക്കാട് നിന്നും മരത്തങ്കോട് നിന്നും ആരംഭിച്ച് ചൊവ്വന്നൂരിലെ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനിച്ചു. ഫീൽഡിൽ ജമ്പ്, ത്രോ ഇനങ്ങളും ട്രാക്കിൽ റിലേ ഉൾപ്പെടെയുള്ള സ്പ്രിന്റ് ഇനങ്ങളും നടന്നു. ടൈം ട്രയൽ ഉൾപ്പെടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഉച്ചയോടെ പൂർത്തിയായി. ഇടയ്ക്ക് മഴ ചാറിയെങ്കിലും മത്സരത്തെ ബാധിച്ചില്ല. ഉച്ചയ്ക്ക് വെയിൽ കനത്തപ്പോൾ സിന്തറ്റിക് ട്രാക്ക് നനച്ചതോടെ സ്പെക്സ് ഇല്ലാതെ ഓടിയവർക്കത് ആശ്വാസമായി. 2ാം ദിനത്തിൽ ഉച്ചഭക്ഷണത്തിൽ വിഭവങ്ങൾ വർദ്ധിച്ചതിനു പുറമെ സമാപന ദിനത്തിൽ പായസം ഉൾപ്പെടെ വിളമ്പുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. ശനിയാഴ്ച 34 ഇനങ്ങളിൽ മാത്രമാണ് മത്സരം. വൈകിട്ട് 4 മണിയോടെ സമാപന സമ്മേളനം തുടങ്ങാൻ സാധിക്കും വിധമാണ് ക്രമീകരണം. മണലൂർ എം.എൽ.എ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS മുഖ്യാതിഥിയാകും. ജില്ലാ കായികമേളയ്ക്ക് കൊടിയിറങ്ങാൻ കേവലം ഒരു ദിവസം മാത്രം അവശേഷിക്കെ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോര്. പോയിന്റ് നിലയിൽ തുടക്കം മുതൽ മുന്നിലുണ്ടായിരുന്ന തൃശൂർ ഈസ്റ്റിനെ പിന്നിലാക്കി ചാലക്കുടി മുന്നിലെത്തി. 124.5 പോയിന്റാണ് 2ാം ദിനത്തിലെ മത്സരങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ ചാലക്കുടിക്കുള്ളത്. 120 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിന്തുണയിൽ 78 പോയിന്റുമായി ചാവക്കാട് ഉപജില്ല 3ാം സ്ഥാനത്തുണ്ട്. ആതിഥേയരായ കുന്നംകുളം 56.5 പോയിന്റുമായി 5ാം സ്ഥാനത്തെത്തി. 5 സ്വർണവും 6 വീതം വെള്ളിയുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളാണ് ചാമ്പ്യൻസ് സ്കൂൾ പോരിൽ മുന്നിൽ നിൽക്കുന്നത്. മേലൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനത്തുമാണ്. സൊനാലി LIGയുടെ പൊന്നാണ്. ഒരു പ്രതീക്ഷയുമില്ലാതെ വന്ന് ജാവലിൻ ത്രോയിൽ സ്വർണമെറിഞ്ഞിട്ടതിന്റെ ആഹ്ലാദത്തിലും അമ്പരപ്പിലുമാണ് ജന്മം കൊണ്ട് മഹാരാഷ്ട്രക്കാരിയായ ഈ വിദ്യാർത്ഥിനി. മഹാരാഷ്ട്രയിൽ ജനിച്ച് ബാല്യകാലം അവിടെ കഴിച്ച് അച്ഛൻ ദിൽമാലിയുടെ തൊഴിൽപരമായ ആവശ്യാർത്ഥം കേരളത്തിലെത്തിയ ഇവരുടെ കുടുംബം പിന്നീട് മലയാള നാട് വിട്ടുപോയിട്ടില്ല. ജാവലിൻ ത്രോയിൽ രാജ്യത്തിന്റെ അഭിമാനമായ നീരജ് ചോപ്രയെ ഇഷ്ടപ്പെടുന്ന ചൂണ്ടൽ LIG സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സൊനാലി കായിക രംഗത്തെത്തുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ്. ഇതാദ്യമായിട്ടാണ് കായികമേളയ്ക്കെത്തുന്നത്. സോഫ്റ്റ് ബോളിലും ബേസ്ബോളിലും സംസ്ഥാന തലത്തിൽ കിരീടം നേടിയ തൃശൂർ ജില്ലാ ടീമിലെ അംഗമാണ് ഈ വിദ്യാർത്ഥിനി. കൈക്കരുത്തും ഈ മികവുമാണ് ജാവലിൻ ത്രോയിലേക്കുള്ള നിമിത്തം. കുന്നംകുളം ഉപജില്ലാ മത്സരത്തിൽ 19 മീറ്റർ എറിഞ്ഞതോടെ ജില്ലാ തലത്തിലേക്ക് യോഗ്യത നേടി. 20 മീറ്ററിന് മുകളിൽ എറിഞ്ഞാൽ ഒന്നാമതാകുമെന്ന പരിശീലകയുടെ വാക്ക് പൊന്നായി.
പ്രതീക്ഷയില്ലാതെ വന്ന് വലിയ നേട്ടം സ്വന്തമാക്കിയതിന്റെ അമ്പരപ്പിലാണ് സൊനാലി. ഈ പെൺകുടിയിലെ കായിക ഭാവി കണ്ടെത്തിയത് നിരവധി നേട്ടങ്ങൾ ചൂണ്ടൽ LIGക്ക് സമ്മാനിച്ച പരിശീലക സിന്ധുവാണ്. കൈക്കരുത്തും ശേഷിയും വ്യക്തമായതോടെയാണ് മത്സരത്തിന് കുട്ടിയെ സജ്ജമാക്കിയതെന്ന് സിന്ധു ടീച്ചർ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ മീറ്റിലെ ഫസ്റ്റ് വന്നതാണ് ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ. ഫസ്റ്റ് വന്ന ടീമിലെ അംഗമാണ് ഗെയിംസിൽ. അപ്പോൾ അങ്ങനെ കൈയുടെ പവർ നോക്കി ഞാൻ സ്കൂളിലെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികളെ സെലക്ഷൻ നോക്കുമ്പോൾ പവർ കൊണ്ട് അവളാണ് കൂടുതൽ എറിഞ്ഞത്. അവൾ കുറച്ചായിരുന്നു എറിഞ്ഞിരുന്നത്. പിന്നെ നമ്മുടെ സബ് ജില്ലാ മീറ്റിൽ 19 എറിഞ്ഞത് ഫ്ലാറ്റ്. അപ്പോൾ 19 എറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു 19 അല്ല 20 മീതെ എറിഞ്ഞ് ഉറപ്പായിട്ടും പ്രൈസ് വരും. എനിക്കറിയാം ഏകദേശം ഇവിടുത്തെ. അപ്പം അങ്ങനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഇന്നും രാവിലെയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിമിതമായ കായിക സൗകര്യങ്ങളിൽ നിന്നാണ് സൊനാലിയെ പോലുള്ളവർ അത്ഭുത വിജയം സ്വന്തമാക്കുന്നത്. പ്രതീക്ഷകളുടെ അമിത ഭാരമില്ലാതെ സംസ്ഥാന മീറ്റിലും ഒരു കൈ നോക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പെൺകുട്ടി. തൃശൂർ റവന്യൂ ജില്ലാ കായികമേളയുടെ 2ാം ദിനത്തിലെ ജൂനിയർ ബോയ്സ് 5000 മീറ്റർ നടത്ത മത്സരത്തിൽ അരിമ്പൂർ സെന്റ് അൽഫോൺസ HSSലെ ശ്രീഹരി സുനിൽകുമാറിന് സ്വർണം. 5000 മീറ്റർ നടത്ത മത്സരത്തിൽ മിന്നും പ്രകടനമാണ് ശ്രീഹരി കാഴ്ചവെച്ചത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി 7ാം ക്ലാസ് മുതൽ തന്നെ നടത്തത്തിൽ പരിശീലനം ആരംഭിച്ചിരുന്നു. സബ് ജൂനിയർ ഹൈജമ്പിൽ മികച്ച പ്രകടനവുമായി തീർത്ഥ നാനി. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തീർത്ഥ മികച്ച ദൂരം കണ്ടെത്താനായതിന്റെ ആഹ്ലാദത്തിലാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായ വിനോദിന്റെയും തൃശൂർ ദയ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായ വിജയശ്രീയുടെയും മകളായ തീർത്ഥ സംസ്ഥാന അമേച്ചർ മീറ്റിലും ഇതേ ഇനത്തിൽ 1ാം സ്ഥാനത്തെത്തിയിരുന്നു. പവർ ലിഫ്റ്ററായ അച്ഛന്റെ പ്രോത്സാഹനവും ആവോളം ലഭിച്ചു. സ്കൂൾ തല മത്സരത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി സെലക്ഷൻ ലഭിച്ച ഉപജില്ലയിലും ജില്ലാതലത്തിലും മികവോടെ മുന്നേറാനായതിന്റെ സന്തോഷത്തിലാണ് തീർത്ഥ. ആൻസി സോജന്റെ നാട്ടിൽ നിന്ന് വന്ന അശ്വതി മേള 2 ദിവസം പിന്നിടുമ്പോൾ തന്നെ സ്വർണ്ണ നേട്ടത്തിൽ ഡബിൾ നേടിക്കഴിഞ്ഞു. കായിക കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ ആൻസിയുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ചു തന്നെയാണ് അശ്വതിയും വരുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ജൂനിയർ ലോങ് ജമ്പ് പെൺകുട്ടികളുടെ വിഭാഗം മത്സരത്തിലും 100 മീറ്റർ ഹഡിൽസിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അശ്വതി മനോജ് പരിമിതികൾക്കുള്ളിൽ നിന്ന് പൊരുതി നേടിയതാണ് തന്റെ ഇരട്ട സ്വർണ്ണ മെഡൽ. ഫിഷറീസ് നാട്ടിക സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. ലോങ് ജമ്പ് മത്സരത്തിൽ മത്സരിച്ച 36 പേരെ പിന്തള്ളിയാണ് 5.38 മീറ്റർ ദൂരം താണ്ടി ഫിനിഷ് ചെയ്തത്. ചെറുപ്പം മുതൽ തന്നെ കായിക രംഗത്തോട് താല്പര്യം കാണിച്ചിരുന്ന അശ്വതിക്ക് അച്ഛന്റെ പിന്തുണയാണ് വലിയ പ്രോത്സാഹനമായത്. ഞാനിപ്പോ നാട്ടിക ഫിഷറീസിലാണ്. ഇവിടെ ഗ്രൗണ്ട് ഇല്ലാത്ത കാരണമാണ് ഞാനിപ്പോ അങ്ങോട്ട് പോകേണ്ടി വന്നത്. പിന്നെ ഇപ്പൊ എനിക്ക് ബെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ 100 ഹഡിലാണ് കഴിഞ്ഞത്. 100 ഹഡിൽ ഗോൾഡാണ്. അതേപോലെ ലോങ് ജമ്പ് ഗോൾഡ്. ഇനിയിപ്പോ നാളെ ട്രിപ്പിൾ ജമ്പ് ഉണ്ട്. എനിക്ക് ഹഡിൽ പഠിപ്പിച്ചു തന്നത് എൻ്റെ മാഷാണ്. ഇപ്പൊ ട്രെയിൻ ചെയ്യുന്നത് കണ്ണമാഷാണ്. ഇപ്പോ നമ്മുടെ തൃശ്ശൂരില് ട്രാക്ക് ഇല്ലാത്ത കാരണമാണ് ശരിക്കും പോകേണ്ടി വന്നത് അങ്ങോട്ട്. കോർപ്പറേഷൻ സ്റ്റേഡിയത്തില് വരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതും പോയി. ഞാൻ ആദ്യം അവിടെ ആയിരുന്നു വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നെ പിറ്റും ഇല്ല. അപ്പൊ മാഷായിട്ടാണ് എന്നെ കണ്ണമാഷിന്റെ അടുത്തേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ അവിടെ ഇപ്പൊ 2 നേരം വർക്കൗട്ട് ചെയ്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ മീറ്റിൽ പങ്കെടുത്ത് മാറ്ററിയിച്ചു. തുടക്കത്തിൽ PV ആൻഡോ മാസ്റ്റർ ആയിരുന്നു പരിശീലകൻ. അണ്ടർ 40 ഈ കുട്ടീനെ 5ാം ക്ലാസ് തൊട്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാൻ കള്ളി സ്കൂളിലെ ഒരു കോച്ചാണ്, ആൻഡോ എന്നാണ് എൻ്റെ പേര്. ആൻഡോസ് അക്കാഡമിയിൽ വർക്ക് ചെയ്യും. നമ്മളെ മോളെ പോലെ തന്നെ നമ്മൾ കണ്ട് കൂടെ നിന്ന് അണ്ടർ 40 3 മെഡലിസ്റ്റ് സംസ്ഥാന തലത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടി നന്ദി പറയുന്നത് ഞാൻ LIT ഗ്രൂപ്പിനോടാണ്. ഇത്രയും പാവപ്പെട്ട ഒരു കുടുംബം, ഒരു ഓട്ടോ ഡ്രൈവറായ ഫാദർ മൊത്തം കുടുംബത്തിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കണ്ണമാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇത്രയും കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്ത് ഇനിയുള്ള സമയം എടുത്താലാണ് ഇനിയുള്ള പെർഫോമൻസ് കാണിക്കാൻ പറ്റുള്ളൂ. തൃശ്ശൂര് ഒരു അത്ലറ്റിക്സ് സ്റ്റേഡിയം വരാനായിട്ട് ഒരാൾ അനുവദിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയില്ല. 2ാം കുടിയം വരെ മക്കളെ പോലെയാണ്.
ഈ ഫുട്ബോളുകാർ കാണുന്നത്. അതുകൊണ്ട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഇതുവരെ അത്ലറ്റിക്സ് എന്ന രീതിയിലേക്ക് ഒരു ഗ്രൗണ്ട് എത്തിക്കാൻ പറ്റില്ല. പിന്നീട് ആൻസിക്ക് ഉൾപ്പെടെ പരിശീലനം ഒരുക്കിയ VS കണ്ണന്റെ അടുത്ത് എത്തിയതോടെ കായിക രാശി തെളിഞ്ഞു. അശ്വതിനെ നമ്മൾ ഈ വർഷം ആദ്യം ആൻഡോ മാഷ് വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട്. അവിടെ ലോങ് ജമ്പിന്റെ പിറ്റ് റെഡി ആക്കി കൊടുക്കാൻ വേണ്ടി ആൾഡി എല്ലാവർക്ക് സംഭവിച്ചിട്ടില്ല. അങ്ങനെ 2 കൊല്ലമായിട്ട് ആവശ്യമില്ലായിരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് പരിശീലനം നേടാനായിട്ട് കോർപ്പറേഷൻ ഗ്രൗണ്ടിൽ നമുക്ക് സിന്തറ്റിക് ട്രാക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിന് പിന്നെ നടക്കണം. അത് ഇതുവരെ നടന്നിട്ടില്ല. സാറ് ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ എടുത്തു വിട്ടിട്ടുള്ളത്. ഹഡിൽ നന്നായി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി ഇവിടെ എൻ്റെ അടുത്ത് പെർഫോം ചെയ്യാൻ വന്നതിൽ ഞാൻ നന്ദി പറയുന്നത് ആൻഡോ സാറിനോടാണ്. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ മനോജും അമ്മ രശ്മിയും സഹോദരി ആരതിയും അടങ്ങുന്ന കുടുംബം വഴുക്കുംപാറ ചുവന്നമണ്ണിലെ വീട്ടിൽ നിന്ന് തൃശൂരിലേക്ക് താമസം മാറിയത് അശ്വതിയുടെ പരിശീലന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ കായികമേളയിൽ ട്രിപ്പിൾ അടിച്ചാണ് താരം ട്രാക്ക് വിട്ടത്. സംസ്ഥാന തലത്തിൽ ഹർഡിൽസ്, ലോങ് ജമ്പ് എന്നീ ഇനങ്ങളിൽ വെങ്കലവും സ്വന്തമാക്കി. രാജ്യത്തിന്റെ ജേഴ്സി അണിഞ്ഞ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇറങ്ങണമെന്ന സ്വപ്നം കാണുന്ന അശ്വതി നാളെ നടക്കുന്ന ട്രിപ്പിൾ ജമ്പ് മത്സരത്തിലും സ്വർണം നേടി ട്രിപ്പിൾ അടിച്ച വ്യക്തിഗത ചാമ്പ്യനാകാനുള്ള ഒരുക്കത്തിലാണ്. മുന്നിൽ വന്ന പ്രതിസന്ധികളെ ഹർഡിൽ മത്സരത്തിലെന്ന പോലെ മറികടന്ന് വന്ന ഡെൽനയ്ക്ക് സീനിയർ ഗേൾസ് 100 മീറ്റർ ഹർഡിൽസിൽ ഗോൾഡ് മെഡൽ. മാള സെന്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് ഡെൽന. റോസ്പോൾ കായികാധ്യാപിക കൂടിയായ അമ്മ റെജിയാണ് നല്ല പ്രോത്സാഹനം നൽകുന്നത്. മുൻ കായിക താരം കൂടിയായ മാതാവ് റെജിയുടെയും ഇഷ്ട ഇനം ഹർഡിൽസ് തന്നെയായിരുന്നു. റിച്ചാർഡ് ജോസഫാണ് പരിശീലകൻ. മത്സരത്തിന് മുമ്പ് അപ്രതീക്ഷിതമായി കാളിംഗ് ബൂത്തിന്റെ അടുത്ത് വാമപ്പ് ചെയ്യുന്ന സമയത്ത് അശ്രദ്ധമായി പിറകിലേക്കെടുത്ത കാർ ഡെൽനയുടെ കാലിൽ തട്ടിയതിനെ തുടർന്ന് വേദനയോടെയാണ് മത്സരത്തിനിറങ്ങിയത്. വേദന കടിച്ചമർത്തി നേടിയ 1ാം സ്ഥാനം ഇരട്ടി മധുരവുമായി. മാതാപിതാക്കളുടെ പിന്തുണ ഗുണപ്രദമായെന്നും വേഗതയിലും പ്രകടനത്തിലും ഇനിയും മുന്നേറാനുണ്ടെന്നും ഡെൽന CCTVയോട് പറഞ്ഞു. ഡെൽനയുടെ പെർഫോമൻസ് ഈ പ്രാവശ്യം ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. സ്റ്റേറ്റിൽ മെഡൽ വരണമെന്നാണ് അവളുടെ ആഗ്രഹം. അതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കട്ടെ. അടുത്ത ആഴ്ചയാണ് സ്റ്റേറ്റ് മീറ്റ്. ഈ വർഷം ഞാൻ ഒത്തിരി അവളുടെ ഹാർഡ് വർക്കിൻ്റെയാണ് ഇത്രയും നല്ലൊരു വിജയത്തിലേക്ക് അവൾക്ക് എത്താൻ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ടൈം ഒത്തിരി ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അവൾക്ക് സ്റ്റേറ്റിൽ മെഡൽ വരാൻ സാധിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വിദ്യാലയത്തിലെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവളുടെ എല്ലാ സപ്പോർട്ടിനും ഞാനും അവളുടെ പപ്പയും അവളുടെ കൂടെയുണ്ട്. പവർ ഗേളായി ശിവപ്രിയ ഷോട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയിലും ഹാട്രിക് കടന്ന വിജയത്തിന്റെ ആഹ്ലാദത്തിലാണ് ഈ വിദ്യാർത്ഥിനി. ഷോട്ട് പുട്ട് കയ്യിലെടുത്ത ശിവപ്രിയ കഴിഞ്ഞ 3 തവണയും സ്വർണവുമായാണ് മടങ്ങിയത്. ഇത്തവണ 9.21 മീറ്റർ ദൂരത്തേക്ക് എറിഞ്ഞാണ് ശിവപ്രിയ ഒന്നാമതെത്തിയത്. തൃശൂർ മോഡൽ ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ശിവപ്രിയ തന്റെ അവസാന സ്കൂൾ കായികമേളയിലും സുവർണ നേട്ടം തുടർന്നു. കഴിഞ്ഞ 3 വർഷവും ഡിസ്കസ് ത്രോയിലും സ്വർണം നേടിയിരുന്നു. ദേശീയ ഫെൻസിംഗ് താരം കൂടിയാണ്. മുൻ വർഷങ്ങളിൽ ജാവലിനിലും മെഡൽ നേടിയിരുന്നു. ജാവലിൻ, ഡിസ്കസ് ത്രോ മത്സരങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട്. കോലഴി വെള്ളൂർ വിനോദ് മഞ്ജുള ദമ്പതികളുടെ മകളാണ്. സ്പോർട്സ് ഗ്രിഡ് അക്കാദമിയിലെ ബിജോയുടെ ശിക്ഷണത്തിലാണ് പരിശീലനം. ഒരിക്കൽ കൂടി സ്വർണ്ണ മെഡലുകൾ എറിഞ്ഞ് നേടി സ്കൂൾ അത്ലറ്റിക്സിനോട് വിട പറയാനൊരുങ്ങുന്ന ശിവപ്രിയ വിനോദ് സംസ്ഥാന മീറ്റിലും മികച്ച പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. നിരന്തരമായ പരിശീലനവും വീട്ടുകാരുടെ പിന്തുണയുമാണ് തന്റെ നേട്ടങ്ങൾക്ക് കാരണമെന്ന് ശിവപ്രിയ CCTVയോട് പറഞ്ഞു. ഞാനിപ്പോൾ ഷോട്ട് പുട്ട് മത്സരം കഴിഞ്ഞു. അതിലെനിക്ക് ഫസ്റ്റ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് എനിക്ക് തന്നെയാണ് ഷോട്ട്, ഡിസ്ക്, ജാവലിനിൽ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നിൽക്കുന്നത്. ഡിസ്കസിൽ ഫസ്റ്റ് ഉണ്ട്, ജാവലിനിൽ മാത്രം സെക്കൻഡാണ്. ഇനി 2 മത്സരം കൂടി ഉണ്ട് ഇന്ന്. അപ്പോൾ നല്ല ഒരു 3 വർഷം കണ്ടിന്യൂ സ്റ്റേറ്റിൽ പോയിരുന്നു. നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നു. ഇനിയാണെങ്കിലും മുന്നോട്ട് നല്ലൊരു ഭാവിയാണ്. ഇപ്പോൾ അത് ഫെൻസിങ് കൂടി ചെയ്യുന്നു. ഫെൻസിങ്ങും ഒരു നാഷണൽ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല സന്തോഷമുണ്ട്. സ്കൂൾസ് ലാസ്റ്റാണ്. ഇതോടുകൂടി സ്കൂൾസിൽ വരൽ കഴിഞ്ഞു. സന്തോഷം, വളരെ സന്തോഷം.
കായികോത്സവത്തിൽ ദീർഘദൂര ഓട്ട മത്സരമായ ക്രോസ് കൺട്രിയിൽ വടക്കാഞ്ചേരി ഉപജില്ലയിലെ ചെറുതുരുത്തി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി കെ അഭിഷേകും മാള ഉപജില്ലയിലെ ആളൂർ HNV-HSS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി TU അവന്തികയും 1ാം സ്ഥാനം കരസ്ഥമാക്കി. 12 ഉപജില്ലകളിൽ നിന്നായി 25 ആൺകുട്ടികൾ പങ്കെടുത്ത 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടമത്സരം വെള്ളറക്കാട് വില്ലേജ് പരിസരത്ത് നിന്നും 19 പെൺകുട്ടികൾ പങ്കെടുത്ത 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓട്ടമത്സരം മരത്തംകോട് മാർക്കറ്റ് പരിസരത്ത് നിന്നും രാവിലെ 6:30 ആരംഭിച്ചു. കായിക അധ്യാപകരുടെ നിർദ്ദേശാനുസരണം റോഡിന് ഇടതുവശത്തുകൂടെ ഓടുന്ന കുട്ടികൾക്ക് പുറകിൽ അവശ്യ സർവീസായി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറോട് കൂടിയ ആംബുലൻസും അനുഗമിച്ചു. മത്സരാർത്ഥികൾക്ക് വഴിയരികിൽ കുടിവെള്ള സൗകര്യം ഒരുക്കിയിരുന്നു. വടക്കാഞ്ചേരി റോഡിലെ കുരിശുപള്ളിക്ക് സമീപമുള്ള ഫിനിഷിംഗ് പോയിന്റിൽ മത്സരം അവസാനിച്ചു. കളം മാറി ചവിട്ടിയ EJ സോണിയയ്ക്ക് ഇരട്ടി മധുരം. വേഗതയ്ക്ക് കോട്ടം തട്ടാതിരിക്കാൻ 400 മീറ്ററിൽ നിന്നും മാറി തെരഞ്ഞെടുത്ത ഹൈജമ്പിൽ തിളങ്ങി EJ സോണിയ. സീനിയർ പെൺകുട്ടികളുടെ വിഭാഗം ഹൈജമ്പിലാണ് ആളൂർ RMHSSലെ സോണിയ സ്വർണം നേടിയത്. നേരത്തെ 100, 200, 400 മീറ്ററുകളിലായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ 400 മീറ്ററിലെ മത്സരത്തിന് വരുന്ന വേഗതക്കുറവ് മനസ്സിലാക്കിയാണ് കോച്ച് അരുൺ K അരവിന്ദാക്ഷൻ ഹൈജമ്പിലേക്ക് മാറ്റി പരീക്ഷിച്ചത്. 400 മീറ്ററിന് വരുന്ന സമയക്കൂടുതലും വേഗതക്കുറവും സോണിയയ്ക്ക് 100, 200 മീറ്റർ ഇനങ്ങളിൽ വേഗതക്കുറവിന് കാരണമായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനായിട്ടാണ് മറ്റൊരിനം തെരഞ്ഞെടുത്തത്. മാറ്റി പരീക്ഷിച്ച വർഷം തന്നെ സ്വർണം നേടിയ മധുരമാണ് സോണിയയ്ക്ക്. കഴിഞ്ഞ വർഷം 100, 200, 400 മീറ്റർ ഇനങ്ങളിൽ ഒന്നാമതാണ് സോണിയ. കഴിഞ്ഞ സംസ്ഥാന കായികമേളയിൽ 200 മീറ്ററിൽ 3ാമതും 100 മീറ്ററിൽ 6ാമതും ഫിനിഷ് ചെയ്തിരുന്നു. +2 വിദ്യാർത്ഥിയായ സോണിയ വ്യാഴാഴ്ച നടന്ന സീനിയർ പെൺകുട്ടികളുടെ വിഭാഗം 100 മീറ്ററിൽ സ്വർണം നേടിയിട്ടുണ്ട്. പൂപ്പത്തി എളന്തോളി വീട്ടിൽ ജോസഫ് സജിത ദമ്പതികളുടെ മകളാണ്. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ചു. ഇട്ടിമാണി ഹോസ്പിറ്റലിലാണ് സംഭവം. വെള്ളറക്കാട് ചെറുമനേങ്ങാട് പൂളംതറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസ് മുഹമ്മദാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3:30യോടെയാണ് ഇല്യാസ് ആശുപത്രിയിലെത്തിയത്. വൈകിട്ട് ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ശേഷം രാത്രി 8:30യോടെ മരിച്ചു. വിവരമറിഞ്ഞ് രാത്രി ആശുപത്രിയിൽ തടിച്ചുകൂടിയ ഇല്യാസിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. ശ്വാസതടസ്സമാണ് മരണത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും അനസ്തീഷ്യ നൽകുന്നതിലടക്കം പിഴവുണ്ടായിട്ടുണ്ടെന്നും ആരോപിച്ച് ബന്ധുക്കൾ പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകുമെന്നും അറിയിച്ചു. ഒരു കയ്യബദ്ധം പറ്റി ഞങ്ങളുടെ കയ്യിൽ, ക്ഷമിക്കണമെന്ന്. 41 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 3 ചെറിയ മക്കളാണ് അദ്ദേഹത്തിന്. വാടക വീട്ടിലാണ് താമസം. ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും, ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ ലാഘവത്തോടു കൂടി, എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നതെന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ്. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന്. അനസ്തേഷ്യ കൊടുക്കേണ്ട ഡോക്ടർ കൃത്യമായി അളവ് പരിശോധിച്ചിട്ടുണ്ടോ എന്നോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള സംവിധാനമുണ്ടോ എന്നോ, ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ. ചികിത്സാ പിഴവെന്ന് എഴുതി നൽകിയാൽ മാത്രമേ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞ ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിലുള്ള തർക്കം രാത്രി ഏറെ വൈകിയും തുടർന്നു. മുഹമ്മദ് അലിയാണ് ഇല്യാസിന്റെ പിതാവ്. റഹീന ഭാര്യയും ഐഷ, സൈനുലാബുദ്ദീൻ, മിസ്രിയ എന്നിവർ മക്കളുമാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ റഷീദ് എരുമപ്പെട്ടിയെയും TG സുന്ദർലാലിനെയും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് ആദരിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും CCTV TCV സീനിയർ റിപ്പോർട്ടറുമാണ് റഷീദ് എരുമപ്പെട്ടി. പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗവും മാധ്യമം പത്രത്തിന്റെ ലേഖകനുമാണ് TG സുന്ദർലാൽ. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KC ഡേവിസ് അധ്യക്ഷനായി. റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് ഉപഹാര സമർപ്പണം നടത്തി. പ്രസ് ക്ലബ്ബ് അംഗം ശർമാജി വരച്ച ഛായാചിത്രങ്ങൾ ചടങ്ങിൽ സമ്മാനിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗവുമായ KM അഷ്റഫ്, BJP ജില്ലാ കമ്മിറ്റി അംഗം അശോകൻ മമ്പറമ്പിൽ, എരുമപ്പെട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MV ബാബു മാസ്റ്റർ, ഇടം സാംസ്കാരിക സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, കവി ശശികുമാർ എരുമപ്പെട്ടി, പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി KR രാധിക, എക്സിക്യൂട്ടീവ് അംഗം PN അനിൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു.
ബൈക്കിൽ മയിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ എട്ടാന്തറയിൽ താമസിക്കുന്ന പുളന്തറയ്ക്കൽ 60 വയസ്സുള്ള അബ്ദുസലാമാണ് മരിച്ചത്. ഒരു മാസം മുമ്പ് കുന്നംകുളം ചെറുവത്താണിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡിന് കുറുകെ പറന്ന മയിൽ അബ്ദുസലാം സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് സമീപത്തെ മതിലിൽ ഇടിച്ചു. അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റതിനെ തുടർന്ന് തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് തൊഴിലാളിയായിരുന്നു സലാം. പാലപ്പറമ്പിൽ ഷെരീഫ ബീവി ഭാര്യയും നിസാമുദ്ദീൻ അജ്മൽ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. കേച്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത നടപടിക്കെതിരെ താക്കീതുമായി യൂത്ത് കോൺഗ്രസ്. രാഷ്ട്രീയം നോക്കാതെ പിന്തുണയുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളോടുള്ള നിഷേധ നിലപാടിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകിയത്. കഴിഞ്ഞ ദിവസം കേച്ചേരി സെന്ററിൽ നിന്ന് വിദ്യാർത്ഥികളെ കയറ്റാതെ ബസ് സ്റ്റോപ്പിന് തൊട്ടുമുൻപായി നിർത്തി യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്തിരുന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന കുട്ടികൾ ഓടിവന്ന് ബസ്സിൽ കയറാൻ തുടങ്ങുമ്പോൾ ഡോർ പെട്ടെന്നടച്ച് ബസ് എടുത്തു പോവുകയും ചെയ്തിരുന്നു. ബസ്സിൽ കയറാൻ ശ്രമിച്ച വിദ്യാർത്ഥിനി വീഴാൻ പോയെങ്കിലും തലനാരിഴയ്ക്കാണ് അപകടമൊഴിവായത്. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീവനക്കാർക്ക് താക്കീതുമായി എത്തിയത്. മുബാറക് കേച്ചേരി, നജീബ് അയമുക്ക്, അബ്ദുസലാം, KA ബഷീർ, ആദിത്യൻ, ഷാഹിദ് മത്തനങ്ങാടി എന്നിവരാണ് വെള്ളിയാഴ്ച രാവിലെ കേച്ചേരിയിൽ ബസ്സുകൾ തടഞ്ഞ് ജീവനക്കാരെ താക്കീത് ചെയ്തത്. ഈ സമയം പത്രവിതരണത്തിനായി ഇതുവഴി വന്ന ദേശാഭിമാനി ഏജന്റ് കൂടിയായ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് രാഷ്ട്രീയം നോക്കാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ബസ് ജീവനക്കാർക്ക് താക്കീത് നൽകുന്നതിന് ഒപ്പം ചേരുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചാവക്കാട് സ്വദേശി റിയാദിൽ നിര്യാതനായി. PDP മുഹമ്മദ് എന്നറിയപ്പെടുന്ന H മുഹമ്മദ് തിരുവത്രയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. നസീമിലെ അൽ ജസീറ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 16 വർഷമായി സൗദി അറേബ്യയിലെ സുലൈയിൽ സൂപ്പർ മാർക്കറ്റ് നടത്തിവരികയായിരുന്നു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ PDPയുടെ തുടക്കം മുതലുള്ള നേതാക്കളിൽ ഒരാളും നിലവിലെ PCF തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമാണ്. സക്കീന ഭാര്യയും അൽത്താഫ് മകനുമാണ്. KMCC സെൻട്രൽ കമ്മിറ്റി വെൽഫെയർ വിഭാഗവും നമ്മൾ ചാവക്കാട്ടുകാർ സൗദി ചാപ്റ്ററും സംയുക്തമായി ചേർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത്. നഷ്ടപ്പെട്ടു. കുന്നംകുളത്ത് ഇന്നോവ ഐക്രോസ് വാഹനത്തിന്റെ താക്കോൽ നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ 94 46 44 41 50 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. നമ്പർ ഒരിക്കൽ കൂടി 94 46 44 41 50. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റായി ഡോക്ടർ താജ് പോൾ പനക്കൽ ചുമതലയേറ്റു. ആദ്യമായാണ് അദ്ദേഹം ഈ ചുമതലയിലെത്തുന്നത്. 2013 മുതൽ 2018 വരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ടായിരുന്നു. പിന്നീട് ഒറ്റപ്പാലം, പത്തനംതിട്ട, പട്ടാമ്പി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ 3 വർഷമായി തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി സൂപ്രണ്ടാണ്. IMA ഹാളിൽ നടന്ന ചടങ്ങ് IMA നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ AN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രസിഡന്റ് ഡോക്ടർ ഷമീർ സുലൈമാൻ അധ്യക്ഷനായിരുന്നു. നിയുക്ത ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ R രമേശ് സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു. സെക്രട്ടറിയായി ഡോക്ടർ ലിൻഡോ ആന്റണിയും ട്രഷററായി ഡോക്ടർ K ജെറി ജോസഫും ചുമതലയേറ്റു. നിയുക്ത ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ R രമേശ്, ഡോക്ടർ ഗോപി കുമാർ, മാധ്യമപ്രവർത്തകൻ C ഗിരീഷ് കുമാർ, ഡോക്ടർ KV ദേവദാസ്, ഡോക്ടർ ടിറ്റോ ടോം, ഡോക്ടർ റോബർട്ട് തമ്പി എന്നിവർ സംസാരിച്ചു. 2025 CV ശ്രീരാമൻ സ്മൃതി പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും ഒക്ടോബർ 25 ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ മനോജ് വെള്ളനാടാണ് പുരസ്കാര ജേതാവ്. CV ശ്രീരാമൻ ട്രസ്റ്റ് കേരളത്തിലെ യുവ എഴുത്തുകാർക്കായി വർഷം തോറും നടത്തിവരാറുള്ള CV ശ്രീരാമൻ സ്മൃതി പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി അങ്കണത്തിൽ നടക്കും. അനുസ്മരണ സമ്മേളനം M സ്വരാജ് ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ മനോജ് വെള്ളനാടിന് ട്രസ്റ്റ് ചെയർമാൻ VK ശ്രീരാമൻ അവാർഡ് സമർപ്പിക്കും. ഞാൻ പേര് പറയുന്നില്ല, വലിയ പല അവാർഡുകൾക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില കക്ഷികൾ പറയുന്ന ആൾക്ക് പ്രാവശ്യം പുറക്കണം, നമ്മൾ പറഞ്ഞാൽ പുറക്കൽ തന്നെ. അങ്ങനെ ആ അവാർഡിൻ്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കാലം കൂടിയാണ്. പല അവാർഡുകളും അങ്ങനെ 2-3 ആൾക്കാരൊക്കെ തീരുമാനിക്കുക, ഇന്നാളും പറഞ്ഞിട്ടുണ്ട്, ഇന്നാൾ കൊടുക്കും. പല അവാർഡുകളും നമ്മൾക്കൊരു വിശ്വാസ്യത ഇല്ലാത്ത
ഉടൽവേദം എന്ന കഥാസമാഹാരത്തിനാണ് പുരസ്കാരം. 40 വയസ്സിൽ താഴെയുള്ള യുവ കഥാകൃത്തുക്കൾക്ക് നൽകുന്ന CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ എഴുത്തുകാരനാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് സ്വദേശിയും പട്ടം SUT ആശുപത്രിയിലെ ന്യൂറോ സർജനുമായ ഡോക്ടർ മനോജ് വെള്ളനാട്. 29,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. അനുസ്മരണ സമ്മേളനത്തിൽ നിരൂപകൻ KV സജയ് CV ശ്രീരാമന്റെ കഥാലോകം എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നിർവഹിക്കും. KA മോഹൻദാസ്, KV സുബ്രഹ്മണ്യൻ, മനോഹരൻ V പേരകം എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര കൃതി തെരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ KA മോഹൻദാസ്, VK ശ്രീരാമൻ, TK വാസു, PS ഷാനു, PG ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൊടുമ്പ് പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷത വഹിച്ചു. MP K രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കൊടുമ്പിൽ മുരളി, സുമന സുഗതൻ, ഷീജ സുരേഷ്, എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MK ടോണി, JHI KF ബാബു എന്നിവർ സംസാരിച്ചു. നാശനമായപ്പോൾ അത് പുതുക്കി പണിയാൻ വേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ തന്നെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും സമ്മതത്തോടും കൂടി പുതുതായി പണികഴിപ്പിച്ച മെഡിക്കൽ സബ് സെൻ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ആദ്യമേ അറിയിക്കുകയാണ്. വെച്ചിട്ടാണ് പ്രസിഡന്റ് ഇരിക്കുന്നത്. 21-ാം തീയതി നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് അവരുടെ പേര് പ്രഖ്യാപിക്കും. അപ്പൊ ഇവിടെ ഇനി 23 കുടുംബം കൂടി ഈ പ്രദേശത്ത് വരികയാണ്. അപ്പോൾ വെള്ളം നമുക്ക് പോരാ, നമുക്ക് ബാക്കി കാര്യം നമുക്ക് ആലോചിക്കാം. എന്തായാലും ഇപ്പൊ 30 കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്കറിയാം. നമുക്ക് ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വീട്, വെള്ളം, വെളിച്ചം, സഞ്ചാരയോഗ്യമായ റോഡ്, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ചാത്തഞ്ചിറ റോഡ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. 5 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിൽ. നമ്മൾ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ച് നമ്മുടെ MP തന്നെയാണ് ആ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നാട്ടിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്നവരായി കോൺഗ്രസ് അധപതിച്ചുവെന്ന് മുരളി പെരുന്നെല്ലി MLA. കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 300 കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായുള്ള വടക്കാഞ്ചേരിയിലെ ലൈഫ് പദ്ധതിക്ക് പാര പണിതത് കോൺഗ്രസ് നേതാവായിരുന്നു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് ആ നേതാവ് ഏറ്റുവാങ്ങിയത്. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് ലഭിച്ചുവെന്ന കള്ളക്കഥ മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരിപ്പിച്ചു. ലൈഫിൽ ED സമൻസ് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീട് ലാവനിൽ എന്ന് മലക്കം മറിഞ്ഞു. അപവാദ പ്രചരണവും വികസനം മുടക്കലും മാത്രമായി കോൺഗ്രസ് അധപതിച്ചുവെന്നും MLA വ്യക്തമാക്കി. ആ സംഭവവുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്ന കാലഘട്ടത്തിൽ ലാവലിൻ കേസ് നടക്കുന്നത് പിണറായി സർക്കാർ വൈദ്യുത മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ എത്ര കൊല്ലം മുമ്പാണ്? അന്ന് കേവലം 5 വയസ്സ് മാത്രമാണ് ഇടയിരുന്നത്. 5 വയസ്സുകാരനെ ആണ് അയാൾ അന്നത്തെ ആൾക്കാണ് ഇവിടെ സമൻസ് അയച്ചു എന്നുള്ള വാർത്തകൾ. ഓരോ വാർത്തകളും കള്ളവാർത്തകളായിട്ട് പൊളിഞ്ഞ് വാടിസാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ്സിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ KA ഉല്ലാസ് കുമാർ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് തല വിഷയാവതരണം പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷക്കീല ഷമീർ, നിവ്യ റെനീഷ്, NA ബാലചന്ദ്രൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ വികസന സദസ്സിൽ സംബന്ധിച്ചു. കുടുംബശ്രീയുടെയും ഹരിതകർമ്മസേനയുടെയും സ്റ്റാളുകളും ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജീവിതശൈലീ രോഗങ്ങൾക്കുള്ള പരിശോധനകളും നടന്നു. ചടങ്ങിൽ ആരോഗ്യപ്രവർത്തകരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും MLA മൊമെന്റോ നൽകി ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 4-ാം വാർഡ് 98-ാം നമ്പർ മിൽ സെന്റർ അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. MLA AC മൊയ്തീൻ അങ്കണവാടിക്ക് തറക്കല്ലിട്ടു. ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വാടക വീട്ടിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്ക് വേണ്ടിയാണ് ക്ലാസ് റൂം, പ്ലേ ഏരിയ, അടുക്കള, സ്റ്റോർ റൂം, ടോയ്ലറ്റ് എന്നിവ ഉൾപ്പെടുന്ന പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്.
MLA ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വകയിരുത്തിയാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിത ഗോപി, അംഗം KK മണി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവവും ബലിതർപ്പണവും ഒക്ടോബർ 20-21 തീയതികളിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടാകും. രാവിലെ 8:30 ക്ഷേത്ര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് അവയൂർ ചക്കനാത്ത് ഘളൂരിക ദേവി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങും. ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ് പഞ്ചവടി സെന്ററിൽ നിന്ന് ആരംഭിക്കും. ഗജരാജൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തിടമ്പേറ്റും. എഴുന്നള്ളിപ്പിന്റെ ഭാഗമായി മണത്തല ജനാർദ്ദനും സംഘവും നയിക്കുന്ന വാദ്യമേളവും ഉണ്ടാകും. ഉച്ചതിരിഞ്ഞ് 3 വടക്കുംഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് 4-ാം കല്ല് വാക്കയിൽ ശ്രീഭദ്ര കുടുംബക്ഷേത്രത്തിൽ നിന്നും, തെക്കുഭാഗം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് മുട്ടിൽ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ക്ഷേത്ര കമ്മിറ്റിയുടെയും തെക്ക് വടക്ക് ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് 6:30 ക്ഷേത്രത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും. രാത്രി 8-ന് തിരുവനന്തപുരം സംഘകേളി അവതരിപ്പിക്കുന്ന ലക്ഷ്മണരേഖ എന്ന നാടകം അരങ്ങേറും. വർണ്ണോജ്വലമായ നിലപ്പന്തലുകളും തലയെടുപ്പുള്ള ഗജവീരന്മാരും വാദ്യനാഥ വിസ്മയവും നാടൻ കലാരൂപങ്ങളും അണിനിരക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 മുതൽ പഞ്ചവടി പിതൃതർപ്പണ കടൽത്തീരത്ത് ബലിതർപ്പണം ഉണ്ടാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികളായ വിനയദാസ് താമരശ്ശേരി, വിക്രമൻ താമരശ്ശേരി, വിശ്വനാഥൻ വാക്കയിൽ, വാസുതറയിൽ എന്നിവർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയ ചാവക്കാട് നഗരസഭയെ അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി MLA NK അക്ബർ പ്രഖ്യാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നഗരസഭ നടത്തിയ ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ M റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, ബുഷ്ര ലത്തീഫ്, പ്രസന്ന രണദിവെ എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക് സ്വാഗതവും കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ് നന്ദിയും പറഞ്ഞു. പ്രഖ്യാപനം ഇവിടെ നടത്തിയത് ഇതിന് നേതൃത്വം നൽകിയ നഗരസഭാ കൗൺസിലിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വളരെ അഭിമാനപൂർവ്വം ഈ അതിദാരിദ്ര്യമുക്ത ചാവക്കാട് നഗരസഭ എന്ന പ്രഖ്യാപനം നടത്തിയതായി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ. ചാവക്കാട് നഗരസഭയുടെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രഹസനമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുൻപ് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊന്നും ഇതുവരെ നടപ്പായില്ലെന്ന് പ്രതിപക്ഷ കൌൺസിൽ അംഗങ്ങളായ KV സത്താർ, ഷാഹിദ മുഹമ്മദ്, ബേബി ഫ്രാൻസിസ്, ജോയ്സി ടീച്ചർ, ഫൈസൽ കാനാമ്പുള്ളി, കബീർ, ആസ്മത്ത് അലി, ഷാഹിദ പേള, സുപ്രിയ രാമചന്ദ്രൻ എന്നിവർ പറഞ്ഞു. 2010 ഈ നഗരസഭയ്ക്കകത്ത് നൂറുകണക്കിന് ആളുകൾക്ക്, വീടുകളില്ലാത്ത നൂറുകണക്കിന് ആളുകൾക്ക് ഫ്ലാറ്റ് സമുച്ചയം പണിതു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുട്ടിൽ ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വാതിൽപ്പടി സേവനം നിശ്ചലമായ അവസ്ഥയിലാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള ഒരു പ്രഖ്യാപനമായി അതിദാരിദ്ര്യ വിമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDFന്റെ മുഴുവൻ കൗൺസിലർമാരും ഈ പ്രഖ്യാപന സദസ്സിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. അത് കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരിക്കെതിരെ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നമ്മുടെ സമ്മതിദാന അവകാശം മോഷ്ടിക്കാതിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ മണ്ഡലം തല ഉദ്ഘാടനം കൂനമുച്ചി സെന്ററിൽ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ചാക്കോ നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ, ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി PL ജസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TM ജോബ് എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പൊതുജന സമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. ജെറുസലേം ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സദസ്സിന്റെയും 70 ലക്ഷം രൂപ ശുചിത്വ മിഷന്റെയും 30 ലക്ഷം പഞ്ചായത്തിന്റെയും ചേർന്ന് 1 കോടി രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിക്കുന്ന MCF കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും AC മൊയ്തീൻ MLA നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണിയുടെ ഭരണവികസനത്തിൽ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ എത്തിക്കുവാൻ സാധിച്ചുവെന്ന് MLA പറഞ്ഞു. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിദരിദ്രരില്ലാത്ത ഒരു കേരളമായി
ഇന്ത്യയിൽ ആദ്യമായൊരു സംസ്ഥാനം പ്രഖ്യാപിക്കുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളമാണ് എന്നാണ് നോക്കുന്നത്. അവർക്ക് തൊഴിൽ, വീടില്ലാത്തവർക്കാണെങ്കിൽ വീട്, ആരും നോക്കാനുള്ളവരാണെങ്കിൽ സർക്കാരിൻ്റെ സംരക്ഷണത്തിലാക്കുക. ഈ പണിയാണ് അതിദരിദ്രരുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചത്. ഇവിടെ സർക്കാരിന് ലക്ഷ്യമുണ്ട്. ഒന്ന്, സാധാരണക്കാരുടെ കൂടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനവും നടത്തുക. രണ്ട്, നമ്മുടെ നാട് ലോകത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്നുള്ള ഈ കേരളത്തെ ഒരു നവകേരളമായി സാധാരണ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആവശ്യങ്ങൾ നിറവേറ്റിയും ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് കാട്ടകമ്പൽ പഞ്ചായത്തിന്റെ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന വസന്തം എന്ന വികസന രേഖയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. സദസ്സിന് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീജ സുഗതൻ, മിൻജോ റെനി, ബിന്ദു മനോഹരൻ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് തുടർ വികസന പ്രവർത്തനത്തിനായി പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും MLA മറുപടി നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ സ്വാഗതവും സെക്രട്ടറി P ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്ത് വികസന സദസ്സ് കോൺഗ്രസ് മെമ്പർമാരായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, പ്രമീള രാജൻ എന്നിവർ ബഹിഷ്കരിച്ചു. 5 വർഷവും വികസനത്തുക നഷ്ടപ്പെടുത്തിയാണ് പഞ്ചായത്ത് LDF ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലെയുള്ള നല്ല ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിനകത്ത് കേരളത്തിനകത്ത് സ്ഥലമില്ലാത്ത 65 പട്ടികജാതി വിഭാഗത്തിനെയും 132 ജനറൽ വിഭാഗത്തിനെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലും 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഒരാൾക്ക് പോലും സ്ഥലം വാങ്ങി നൽകി വീട് നൽകുന്നതിന് ഒരു പദ്ധതിയും തിരിക്കാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇപ്പോഴും തുടരുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് വികസന സദസ്സ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സദസ്സിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. ഇന്റേണൽ വിജിലൻസ് ഓഫീസർ PN വിനോദ് കുമാർ ആമുഖ പ്രസംഗം നടത്തി. സംസ്ഥാന വികസന റിപ്പോർട്ട് വികസന സദസ്സ് റിസോഴ്സ് പേഴ്സൺ TA പ്രേമരാജനും പഞ്ചായത്ത് തല പ്രോഗ്രസ് റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലിയും അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ മോഡറേറ്ററായി. കെൽ ചെയർമാൻ PK രാജൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ജൂലറ്റ് ബിനു, ഹസ്നുൽ ബന്ന, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ് എന്നിവർ സംസാരിച്ചു. അങ്കണവാടികൾക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ KP വിശ്വനാഥൻ, ഇസ്ഹാഖ്, പിയൂസ്, ആലത്തൂർ ശ്രീദേവി അന്തർജനം, ബഡ് സ്കൂളിന് ഭൂമി വിട്ടു നൽകിയ ലാവിഷ് കൊച്ചൌസെപ്പ് എന്നിവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. 2 കോടി രൂപ ചിലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 27 രാവിലെ 11 മണിക്ക് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ ചെയർമാനായും സ്കൂൾ പ്രിൻസിപ്പാൾ ഷീബ ജോസ് കൺവീനറായും വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ Dr. VC ബിനോജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, KB ബബിത, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, വൈസ് പ്രസിഡന്റ് PB ബിബിൻ, SMC ചെയർമാൻ BS ശ്രീജൻ, പ്രിൻസിപ്പാൾ ഷീബ ജോസ്, പ്രധാന അധ്യാപിക ബീന C ജേക്കബ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലളിത ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ്, വൈസ് ചെയർപേഴ്സൺ അബ്ദുൾ വഹാബ് എന്നിവർ സംസാരിച്ചു.
മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നവീകരിക്കുന്ന ഗുരുവായൂർ ഷാർജ ചെമ്മണ്ണൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, കൌൺസിലർമാരായ ലത സത്യൻ, ദീപ ബാബു, ഓവർസിയർ ശ്രീഹരി എന്നിവർ സംസാരിച്ചു. വാർഡ് കൌൺസിലർ വൈഷ്ണവ് പ്രദീപ് സ്വാഗതവും ആശാ വർക്കർ അനിത ഷാജി നന്ദിയും പറഞ്ഞു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ 9-ന് നടക്കുന്ന ശ്രീ ധന്വന്തരി ജയന്തി ആഘോഷം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷനാകും. തുടർന്ന് വിദഗ്ധരായ ഡോക്ടർമാർ നയിക്കുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടാകും. മഹിളാ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് അൽക്കലംബയുടെ ആഹ്വാനപ്രകാരം വോട്ടുകൊള്ളയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് കടവലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി ഒപ്പുശേഖരണം സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്മിത മുരളി ഉദ്ഘാടനം ചെയ്തു. മഹിളാ മണ്ഡലം പ്രസിഡന്റ് ബിനി സുഭാഷ് അധ്യക്ഷയായി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KA ശിവരാമൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ നഫീസ ടീച്ചർ, പാർവതി ഒറ്റപ്പിലാവ്, നഫീസ ഷംസുദ്ദീൻ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ KH ഷാജി, മുഹമ്മദ് അലി അറക്കൽ, PP ഷമീർ, ഷാമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,170 രൂപ, പവന് 97,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 196 രൂപ. ചരമം ആർത്താറ്റ് ഈസ്റ്റിൽ വാരമ്പലത്ത് പാലയൂർ പറമ്പിൽ താമി മകൻ മോഹനൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഷിനോബ്, ഷിജി, ഷിനി എന്നിവർ മക്കളാണ്. വടക്കേക്കാട് അമ്മന്നൂർ ബാപ്പു ഹാജി നിര്യാതനായി. 85 വയസ്സായിരുന്നു. ഖബറടക്കം വടക്കേക്കാട് എരിഞ്ഞിപ്പടി ഖബർസ്ഥാനിൽ നടത്തി. കൂനമുച്ചി പരേതനായ ഇമ്മട്ടി ജേക്കബ് ഭാര്യ ബേബി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ട്രാക്കിലും ഫീൽഡിലും വീറുറ്റ പ്രകടനങ്ങളോടെ റവന്യൂ ജില്ലാ കായികോത്സവം സമാപനത്തിലേക്ക്. മേള കൊടിയിറങ്ങാൻ കേവലം 1 ദിവസം മാത്രം അവശേഷിക്കെ ഓവറോൾ കിരീടത്തിനായി ഇഞ്ചോടിഞ്ച് പോര്. പോയിന്റ് നിലയിൽ തുടക്കം മുതൽ മുന്നിലുണ്ടായിരുന്ന തൃശൂർ ഈസ്റ്റിനെ പിന്നിലാക്കി ചാലക്കുടി മുന്നിലെത്തി. ആതിഥേയരായ കുന്നംകുളം 5-ാം സ്ഥാനത്ത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ചാമ്പ്യൻ സ്കൂൾ പോരിൽ മുന്നിൽ. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ചു. വെള്ളറക്കാട് ചിറമനേങ്ങാട് പൂളം തറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസ് മുഹമ്മദാണ് മരിച്ചത്. ആശുപത്രിയിൽ സംഘർഷാവസ്ഥ. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയവർക്ക് സമാദരം. CCTV സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, TG സുന്ദർലാൽ എന്നിവരെ AC മൊയ്തീൻ MLA ഉപഹാരം നൽകി ആദരിച്ചു. കേച്ചേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയ്ക്കും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാത്ത നടപടിക്കുമെതിരെ താക്കീതുമായി യൂത്ത് കോൺഗ്രസ്. രാഷ്ട്രീയം നോക്കാതെ പിന്തുണയുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.